മനുഷ്യന്മാരേക്കാൾ കൂടുതൽ ആടുകളുള്ള രാജ്യമാണ് ന്യൂസിലൻഡ്. എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ് ചുവപ്പ് കണ്ടാൽ ഭ്രാന്ത് പിടിക്കുന്ന ഒരു ജീവിയാണ് കാള എന്നത്. എന്നാൽ ഇതൊരു തെറ്റായ ധാരണയാണ്. വർണ്ണാന്ധതയുള്ളവരാണ് കാള. ഇവയ്ക്ക് ചുവപ്പെന്നല്ല ഒരു നിറവും തിരിച്ചറിയാനാവില്ല. നിന്നും കിടന്നും ഉറങ്ങുന്ന ജീവികളാണ് കുതിരകൾ. നിന്നുകൊണ്ട് ഉറങ്ങാനാണ് കുതിരകൾക്ക് ഏറെ ഇഷ്ടം. നിന്നുറങ്ങുമ്പോൾ ബാലൻസ് തെറ്റിയാൽ വീഴാതിരിക്കാൻ കാലുകൾ പ്രത്യേക രീതിയിൽ ലോക്ക് ചെയ്യുവാനും കുതിരകൾക്ക് അറിയാം. മനുഷ്യന്മാരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ചിമ്പാൻസികൾ. അവയുടെ ജനിതഘടനയ്ക്ക് മനുഷ്യന്മാരുമായി 98% സാമ്യവുമുണ്ട്. മനുഷ്യന്മാരെ പോലെ ആംഗ്യത്തിലൂടെയും ശബ്ദത്തിലൂടെയും ആശയവിനിമയം നടത്താൻ ചിമ്പാൻസികൾക്ക് സാധിക്കും. നമ്മൾ കാർട്ടൂണിലും ടിവികളിലും മറ്റും കാണുന്ന ധ്രുവക്കരടിയുടെ നിറം വെള്ളയാണ്. എന്നാൽ ശരിക്കും ധ്രുവക്കരടിയുടെ നിറം വെള്ളയാണോ? അല്ല എന്നാണ് ഉത്തരം. ധ്രുവക്കരടിയുടെ തൊലിയുടെ നിറം കറുപ്പാണ്. കറുപ്പ് നിറം ചൂടിനെ നന്നായി ആഗിരണം ചെയ്യും. മഞ്ഞിൽ കഴിയുന്ന ധ്രുവക്കരടിയുടെ ശരീരത്തിൽ ചൂട് പിടിച്ചു നിർത്താൻ ഈ കറുത്ത നിറം സഹായിക്കുന്നു. പ്രാചീന കാലം മുതൽക്കേ ഭൂമിയിലുണ്ടായിരുന്ന ജീവികളാണ് മുതലകൾ. 8 കോടി വർഷം മുമ്പേ ഭൂമിയിൽ മുതലകൾ ഉണ്ടായിരുന്നു. അതായത് ദിനോസറുകൾ അടക്കി ഭരിക്കുന്ന കാലത്ത്. നീരാളിയുടെ രക്തത്തിൻ്റെ നിറം നീലയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ നീരാളിക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നീരാളിക്ക് 3 ഹൃദയമുണ്ട് എന്നതാണ് ആ പ്രത്യേകത. 3000 പല്ലും 4 മൂക്കുമുള്ള ജീവിയാണ് ഒച്ച്. ഒരിനം കക്കയാണ് ഒയ്സ്റ്റാർ. എല്ലാ ഒയ്സ്റ്റാറുകളും ആണായാണ് ജനിക്കുക. എന്നാൽ ജനിച്ച ഏതാണ്ട് 1 വർഷത്തിനു ശേഷം ഇവ പെണ്ണായി മാറും. പിന്നീട് ഇഷ്ടമുള്ളപ്പോൾ ആണാകാനും തിരിച്ച് പെണ്ണാകാനും മുട്ടയിടാനുമൊക്കെ ഒയ്സ്റ്റാറുകൾക്ക് കഴിയും. പാറ്റയുടെ തല മുറിച്ചു മാറ്റിയാലും അവർക്ക് ജീവിക്കാൻ സാധിക്കും. സ്പൈറക്കിൾസ് വഴിയാണ് പാറ്റ ശ്വസിക്കുക. അത് നിയന്ത്രിക്കുന്നതിൽ തലച്ചോറിന് യാതൊരു പങ്കുമില്ല. തലയില്ലാതായാലും പാറ്റകൾ ഏതാണ്ട് ഒരാഴ്ചയോളം ജീവിക്കും. ശ്വാസം മുട്ടിയല്ല, മറിച്ച് വിശപ്പും ദാഹവും സഹിക്കാനാവാതെയാണ് പാറ്റകൾ മരിക്കുക. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ കാട്ടിലെ വേട്ടക്കാരൻ സിംഹമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. വേട്ടയുടെ കാര്യത്തിൽ മൃഗരാജാവായ സിംഹത്തെ പോലും പിന്നിലാക്കുന്നവരാണ് ആഫ്രിക്കൻ കാട്ടുനായകൾ. കൂട്ടമായി ഇര പിടിക്കുന്ന ഇവയുടെ 80% വേട്ടകളും ലക്ഷ്യത്തിലെത്തും. അതായത് ആഫ്രിക്കൻ കാട്ടുനായകൾ ഏതെങ്കിലും ഇരയെ പിന്തുടർന്നാൽ അതിനെ കൊന്നു തിന്നാനുള്ള സാധ്യത 80%. എന്നാൽ സിംഹത്തിൻ്റെ വേട്ട വിജയിക്കാനുള്ള സാധ്യത വെറും 10% മാത്രം. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.